ഇപ്പോൾ അനന്യ ഭട്ട് ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അങ്ങോട്ട് ചോദിക്കുകയാണ്, അനന്യ ഭട്ട് എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അനന്യ ഭട്ട് എന്ന് പറയുന്ന യഥാർത്ഥ വ്യക്തി ഉണ്ട് എന്ന് ക്ലാരിഫൈ ചെയ്യേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് പുറത്തേക്ക് വിടേണ്ടുന്ന ബാധ്യത അനന്യ ഭട്ട് മിസ്സായി എന്ന് പറയുന്ന ആൾക്കാർക്കാണ്. ഇന്നും ഞാൻ ഉച്ചയായ സമയത്ത് ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ ഓൺലൈനിൽ അനന്യ ഭട്ടിനെ സംബന്ധിച്ചിട്ടുള്ള വാർത്ത വരുന്ന സമയത്ത് ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഏതോ ഒരു പെൺകുട്ടിയുടെ ഇമേജാണ് കൊടുത്തിരിക്കുന്നത്, AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ്. അപ്പം ഞാൻ അതിൻ്റെ താഴെയും കമൻറ്റ് ചെയ്ത് ചോദിച്ചായിരുന്നു, ഈ അനന്യ ഭട്ടിന് യഥാർത്ഥ ഫോട്ടോ ഒന്നും ഇല്ലേ? അവരെവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ചിത്രമെങ്കിലും ഉണ്ടാവില്ലേ? അവർ ഈ ഒരു MBBS പോയി പഠിച്ച ഒരാളല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? അവർ സ്കൂളിൽ പഠിച്ചതിൻ്റെയോ കോളേജിൽ പഠിച്ചതിൻ്റെയോ വീട്ടിൽ നിന്നെടുത്തതിൻ്റെയോ എവിടെയെങ്കിലും ഒന്നുണ്ടാവണ്ടേ? ഈ അമ്മ എന്ന് അവകാശപ്പെടുന്ന സുജാത ഭട്ട് അത്രയ്ക്ക് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ലിറ്ററസി ഒന്നും ഇല്ലാത്ത ആളൊന്നും അല്ല. അവരവകാശപ്പെടുന്നതനുസരിച്ചിട്ട് അവർ CBIയിൽ സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാനതും മനസ്സിലാക്കുന്നത്. ഇനി ശരി ഉണ്ട് എന്ന് തന്നെ ആയിക്കൊണ്ടുപോട്ടെ. അപ്പോൾ CBI ഓഫീസിനകത്ത് സ്റ്റെനോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പല ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്നുണ്ടാവില്ലേ? അവർ പോട്ടെ, MBBS പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ ഒട്ടിക്കാൻ ഒരു ഫോട്ടോ ഉണ്ടാവണ്ടേ?